അങ്ങനെ സ്കൂളിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ഒരു ആന തിന്നാനുള്ള വിശപ്പുണ്ടായിരുന്നു. കാരണം രാവിലെ 2 ചപ്പാത്തി തിന്നിട്ടല്ലേ പോയത്. നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ വേഗം തന്നെ ചോറും കാര്യങ്ങളൊക്കെ, പിന്നെ പാത്രം കഴുകാനും അടിച്ചു വാരാനും തുടയ്ക്കാനും തിരുമ്പാനും അങ്ങനെ എല്ലാ പണികളും ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് മുറ്റം അടിക്കാൻ വേണ്ടി മുറ്റത്തേക്കൊന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും തുടങ്ങി മഴ. ഈ മഴയ്ക്ക് എന്നോട് എന്തൊക്കെയോ ഒരു പകയുള്ള പോലെ എനിക്ക് തോന്നി കേട്ടോ. അങ്ങനെ പിന്നെ വേഗം ഉള്ളിലേക്ക് തന്നെ കയറി. പിന്നെ ഫാദുകുട്ടി കുറച്ച് നേരം അപ്പോൾ ഈ ഒരു ടൈമിലേക്ക് ഉറങ്ങുമായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ആൾക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മൈലാഞ്ചിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആളങ്ങനെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവളെ ഉറക്കി കിടത്തിയിട്ടാണ് കേട്ടോ ഞാൻ ഫൈസിക്കുട്ടിനെ കൊണ്ടുവരാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്. ആൾ നല്ല ഉറക്കമായിരുന്നു. പിന്നെ പോയി വന്നിട്ടാണ് പിന്നെയും മഴ തുടങ്ങിയത് കേട്ടോ. പിന്നെ മഴയൊക്കെ കുറച്ച് പോയി. ഫൈസിക്കുട്ടി ചായയൊക്കെ കുടിച്ചിട്ട് കളിക്കാൻ വേണ്ടി പോയി. അപ്പോൾ നമ്മുടെ കോഴിക്കുട്ടികളെ കുറച്ച് നേരം പുറത്ത് വിടാമെന്ന് വിചാരിച്ചു. അവരിടയ്ക്കൊക്കെ ഒന്ന് പുറത്ത് വിടുന്നത് നല്ലതാണ്. ഇങ്ങനെ കൂട്ടി തന്നെ ഉള്ളിൽ തന്നെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഓല കുറച്ച് നേരമൊക്കെ വിട്ട് പുറത്ത് തന്നെ നോക്കിയിരുന്നു കേട്ടോ. ഓല വിട്ട് കഴിഞ്ഞാൽ നമ്മൾ അടുത്തൊന്നും മാറാൻ പറ്റില്ല. കാക്കയും പൂച്ചയും പട്ടിയും ഒക്കെ പിന്നാലെ തന്നെ ഉണ്ടാവും. പിന്നെ അവരൊക്കെ വേഗം ഉള്ളിൽ കയറ്റി, കാരണം മഴ ചാറുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു ലോഡ് തുണികൾ മടക്കി വെക്കാനുണ്ടായിരുന്നു. എനിക്ക് തിരുമ്പാനും ഒലിമ്പാനും വിരിച്ചിടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നുണ്ടെങ്കിലും ഈ മടക്കി വെക്കാനും എൻ്റെ പൊന്നു എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഫാദർ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറയുകയും ചെയ്യും. ഓളെ ഇരട്ടി പണി ഇടയ്ക്ക് തരുകയും ചെയ്യും കേട്ടോ. അതുകൊണ്ട് ഞാൻ ഓളെങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ട് മടക്കി വെക്കുകയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എനിക്കൊന്ന് മേലെ എഴുകാനായിരുന്നു. അങ്ങനെ മേലൊക്കെ കഴുകിയത് ആ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി ഇരുത്തിയിട്ടുണ്ടായിരുന്നു. എത്ര വലിയ സ്കൂളിൽ നമ്മളെ മക്കളെ വിട്ട് പഠിപ്പിച്ച് കഴിഞ്ഞാലും വീട്ടിൽ വന്നിട്ട് നമ്മൾ നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ മക്കളെ എവിടെ എത്തൂല കേട്ടോ. അപ്പോൾ അവനെയൊക്കെ ഒന്ന് പഠിപ്പിച്ചിട്ട് വേണം നമുക്ക് ബാക്കി കുക്കിങ്ങൊക്കെ ചെയ്യാൻ.